ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സത്യത്തിൽ അത് യാഥാർത്ഥ്യമായോ? ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് നമുക്ക് പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു പെട്ടെന്ന് ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണോ ഈ വ്യാപാര കരാർ? അത് വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നിരവധി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, അതിന് ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുത്തേക്കും. എന്താണ് ഈ ഇത്ര പെട്ടെന്ന് ട്രംപ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ്, ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം എന്താണ്? പ്രശാന്ത, ഇത് അത്ര പെട്ടെന്നൊന്നുമല്ല. ഒരു കൊല്ലമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ സംബന്ധിച്ച് ചർച്ച തുടങ്ങിയിട്ട്. അപ്പൊ ഇത് പെട്ടെന്നെന്ന് പറയുന്നവർക്ക് ഒന്നീ സ്ഥലജല വിഭ്രാന്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പെട്ടെന്നൊന്നും അല്ല. ഇതിപ്പം ഈ ഫെബ്രുവരി ആകുമ്പോൾ ഒരു കൊല്ലം തികയും. ചെറിയ കാലയളവല്ല. അമേരിക്ക ഈ വ്യാപാര കരാർ ഒപ്പിട്ട മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ അതിൻ്റെയൊക്കെ ഇരട്ടിയോ അതിലധികമോ സമയമെടുത്തു. അതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. ഇനി രണ്ടാമത്തേത്, യഥാർത്ഥത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പിട്ടോ എന്ന് ചോദിച്ചാൽ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. അതായത് വ്യാപാര കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച അധിക നികുതികളും അതുപോലെ, അതായത് രണ്ട് തരത്തിലുള്ള നികുതിയാണ്. ഒന്ന്, റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്ന 25%. രണ്ട്, യൂണിറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞ് 25%. ഈ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയാണ് 25%. മറ്റേ 25% റഷ്യയിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യും. അതിനെതിരെ അതായത് അതെ, അതാണ് പ്യൂണിറ്റീവ് ടാക്സ്. അങ്ങനെ രണ്ടും കൂടി 50%. അപ്പൊ മോഡിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ടാക്സ് കുറച്ചു. അത് 50% എന്നുള്ളതിൽ നിന്ന് 18% കുറച്ചു. ഏഷ്യയിലെ ഏറ്റവും ടാക്സ് കുറവുള്ള, അതൊരു വലിയ കുറവല്ലേ? ഇപ്പം നാറ്റോ കൺട്രികൾക്കും നാറ്റോ അംഗങ്ങളായ അമേരിക്കയ്ക്ക് അമേരിക്കയുമായിട്ട് സഖ്യത്തിലുള്ള രാജ്യങ്ങൾ, ജപ്പാൻ, ഈ രണ്ട് നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ഒഴിച്ച് ബാക്കി ഉള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും കുറവ് ടാക്സ് ഉള്ളത് ഇന്ത്യക്ക് മേലാണ്. ചൈനയുടെ മേൽ 37% നികുതിയുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത കാലം തെളിയിച്ച സൗഹൃദമാണ് പാകിസ്ഥാൻ. അവർക്ക് നേരെ 19%. ബംഗ്ലാദേശിന്റെ പുറത്ത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നൊരു എപ്പോഴും ആനുകൂല്യം പാശ്ചാത്യ രാജ്യങ്ങൾ ബംഗ്ലാദേശിന് കൊടുക്കാറുണ്ട്. ആ ബംഗ്ലാദേശിന് 20% നികുതിയുണ്ട്. അപ്പൊ അവരെയൊക്കെക്കാൾ കുറഞ്ഞ നികുതിയാണ് ഇന്ത്യയുടെ മുകളിൽ ചുമത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തരുതെന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഒരു രാജ്യത്തിന്റെ പരമാധികാരമാണ്. ട്രംപ് ഇത്ര കാലം നമ്മളായിട്ട് വട്ട് കളിപ്പിച്ചെങ്കിലും അടുത്തപ്പോൾ പുള്ളി വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ പ്രശാന്ത് ഇപ്പം വേറൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഇത് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? പെട്ടെന്നൊന്നും അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മാത്രമല്ല, ഈ ഒരു കരാറല്ല ഇപ്പം ശരിയാവും ഒരു 2 മാസം തൊട്ട് ട്രംപ് പറയുന്നുണ്ട്. വളരെ ചെറിയ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ ട്രംപ് പെട്ടെന്ന് ഇത് പ്രഖ്യാപിച്ചതും ഏകപക്ഷീയമായിട്ട് ഇന്ത്യയുടെ മേൽ ഉള്ള നികുതി വെട്ടിക്കുറച്ചതും ഇറക്കുമതി ചുങ്കം കുറച്ചതിൻ്റെ കാരണം ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നു. അതായത് അമേരിക്ക പേടിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടേണ്ട ബിസിനസ് മുഴുവൻ യൂറോപ്യൻ കമ്പനികൾ തട്ടിയെടുക്കുമോ എന്നാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയുന്നു. റഫാൽ വിമാനം ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിക്കുമ്പോൾ ആ ഇടപാടെന്ന് പറയുന്നത് $37 ബില്യൺ മുകളിൽ വരും. അതായത് 3.25 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഇടപാട്. ഈ ഇടപാട് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമേരിക്കയിലെ ഏതെങ്കിലും ലോക്ഹീഡ് മാർട്ടിനോ ബോയിങ്ങിനോ കിട്ടിയിരുന്നെങ്കിലോ? ആലോചിച്ച് നോക്കുക. അമേരിക്കയിൽ അത്രയും തൊഴിലവസരങ്ങൾ ലഭിച്ചേനെ. അമേരിക്ക ഇത് വലിയ ഇടപാടാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം
വാങ്ങലുകളൊക്കെ അപൂർവമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഫ്രാൻസിനെ പോലെ ഒരു രാജ്യം ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു. അടുത്തത് ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന് സഫ്രാനും ഇന്ത്യയും തമ്മിലാണ് ഏതാണ്ട് ഫൈനൽ എഗ്രിമെന്റ് ഒപ്പിടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. അതും വരും ഒരു $8 ബില്യൺ അടുപ്പിച്ച്. വലിയ തുകയാണ്. അതായത് അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റുകൾ ട്രംപിനെ ഇനി ട്രംപിന്റെ ഉറക്കം കെടുത്തും. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ള തുക ഇയാൾ പോയിട്ട് അവിടെ വ്യാപാര ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയിട്ട് എന്തോന്ന് ഇവിടെ ഞങ്ങൾക്ക് എന്തോ പ്രയോജനം തിരിച്ചു ചോദിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ ഒപ്പിടുക എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം ബ്രിട്ടനുമായിട്ട് ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതിപ്പം അത് ഇംപ്ലിമെന്റേഷൻ ഘട്ടത്തിലാണ്. യൂറോപ്യൻ യൂണിയൻ ഇതൊക്കെ ഒരു 2-3 കൊല്ലം എടുക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കൻ കമ്പനികൾക്ക് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകരുതെന്നുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയുടെ കോർപ്പറേറ്റ് ലോകത്ത് നിന്നും ട്രംപിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ട്രംപിനെ കൊണ്ട് ഈ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇന്ത്യക്ക് മേലുള്ള നികുതി ഇളവ് പ്രഖ്യാപിക്കാനുണ്ടായ കാര്യം. പിന്നെ ഒരു പാല് വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അമേരിക്കയ്ക്കും ചില ആനുകൂല്യങ്ങൾ ഇന്ത്യ കൊടുക്കേണ്ട അതിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയും. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക. 140 ബില്യണോളം ഡോളർ ഒരു വർഷത്തെ പരസ്പര വ്യാപാരത്തിന്റെ മൂല്യം അത്രയും. അതില് ഇന്ത്യക്ക് $40 ബില്യൺ മിച്ചമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനും ആയിട്ടുള്ള നമ്മുടെ കച്ചവടവും ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ ഉണ്ട്, 130 ബില്യൺ ഒക്കെ. പക്ഷെ അവിടെ ഇന്ത്യക്ക് 28 ബില്യൺ എങ്ങാണ്ടാണ്, 26 എങ്ങാണ്ട് ബില്യനാണ് നമ്മുടെ മിച്ചം. ഈ യൂറോപ്പുമായിട്ടും അമേരിക്കയായിട്ടുമുള്ള രണ്ടിടവുമായിട്ടുള്ള വ്യാപാരത്തിൽ നമുക്കാണ് മിച്ചം, അല്ലാതെ അവർക്കല്ല. അപ്പോ എങ്കിലും അമേരിക്കയാണ് നമുക്ക് ഏറ്റവും ലാഭകരമായ ബിസിനസ് തരുന്ന രാജ്യം. ഇപ്പൊ റഷ്യ നമ്മുടെ വലിയ അടുത്ത സുഹൃത്താണ്, സംഗതി ശരി തന്നെ. നമ്മൾ റഷ്യയിൽ നിന്നും ഏതാണ്ട് 10-60 ബില്യന്റെ സാധനങ്ങൾ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ളവ വാങ്ങുമ്പോൾ തിരിച്ച് അവർ നമ്മളുടെ അടുക്കൽ നിന്ന് വളരെ കുറഞ്ഞ തുകയ്ക്കുള്ളതേ വാങ്ങുന്നുള്ളൂ. ഏതാണ്ട് 10-12 ബില്യന്റെ ഇറക്കുമതി മാത്രമേ അവർ ഇന്ത്യയിൽ നിന്നുള്ളൂ. നേരെ മറിച്ച് ഹ്യൂജ് ഡിഫറൻസ് ആണ്. അതില് റഷ്യക്കാണ് വലിയ ലാഭം നമ്മളുമായിട്ടുള്ള കച്ചവടത്തിൽ. എന്നാൽ റഷ്യ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ കൈവശം നിന്നും അധികം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ വലിയ പുരോഗതി ഒന്നും കാണിക്കുന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കച്ചവടത്തിന്റെ കാര്യം വരുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ, അതായത് ട്രേഡ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ രണ്ടിന്റെയും കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്ന രാജ്യം അമേരിക്കയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആ അമേരിക്ക പ്രതിരോധ മേഖലയിൽ സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് അത്ര സുഖത്തിലല്ല. പാകിസ്ഥാനെ പല രീതിയിൽ സഹായിക്കുന്നൊക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് ഏറ്റവും ബിസിനസ് തരുന്നവരാണ്. ഇപ്പൊ പ്രശാന്ത് ഒരു കട നടത്താന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഒരു കസ്റ്റമറാണ് ഞാനെങ്കിൽ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചില കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ അങ്ങ് ഒഴിവാക്കൂ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാല് നിങ്ങളുടെ കടയുടെ നിലനിൽപ്പ് പോലും ഒരുപക്ഷെ ഞാൻ എന്റെ വാങ്ങലിൽ ആശ്രയിച്ചിരിക്കുന്നെങ്കിൽ എന്റെ ചെറിയ തെറ്റുകളൊക്കെ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്തിരി വലിയ അഭിപ്രായ വ്യത്യാസമാണെങ്കിലും ശരി, നമ്മളത് പറഞ്ഞു തീർക്കാൻ നോക്കും. അതല്ലേ അതിന്റെ രീതി. ആ കോംപ്രമൈസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ ഓർക്കുന്നത് ശശി തരൂർ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഈ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞു ഞാനാണ്. പക്ഷെ അതേ സമയം തന്നെ ഞാൻ പറഞ്ഞു, ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് ഇന്ത്യ പോവുകയും വരുത്. കാരണം ഒരു ദീർഘകാല യുദ്ധം നടത്തുന്ന ഒരു രാജ്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പല രാജ്യങ്ങളും ആരും വരില്ല. കാരണം അവർക്കറിയാം അവിടെ കച്ചവടം നടക്കില്ലെന്നും അവരുടെ സ്വത്തിനും അവരുടെ നിക്ഷേപത്തിനും മൂലധനത്തിനും ഒന്നും സുരക്ഷിതത്വമില്ലെന്നും അവർക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിവിടെ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദീർഘയുദ്ധം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തരുന്നവന് 2 അടി വീതം കൊടുക്കുകയും ചെയ്യും. അവന്റെ വീട് തല്ലിപ്പൊളിക്കാനോ അവനെ കുടുംബസഹിതം അവനെ നശിപ്പിക്കാനോ ഒന്നും തൽക്കാലം പോകണ്ട. പക്ഷെ നമുക്ക് ഒരടി തരുമ്പോ അവനൊരു 2 അടി വെച്ച് കൊടുത്തുകൊണ്ടിരുന്നോണം. കുറച്ച് കഴിയുമ്പോൾ അവനും മനസ്സിലാവും ഇത് അത്ര ലാഭകരമായ ഏർപ്പാടല്ലെന്ന് കണ്ട് അവൻ നിർത്തിക്കോളും. ഇതാണ്. അപ്പം എന്താണ് തരൂര് പറഞ്ഞു, നമുക്ക് നമ്മുടെ വളർച്ചയുടെ ഘട്ടമാണ്, നമുക്ക് മൂലധനം ആവശ്യമുണ്ട്, ടെക്നോളജി ആവശ്യമുണ്ട്.
ഈ രണ്ടുമുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അതെ അപ്പൊ ഈ മൂലധനവും ടെക്നോളജിയും വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഇന്ത്യ അമേരിക്കയെ ഇന്ത്യക്ക് വേണ്ടാവെന്ന് വെക്കാനൊന്നും പറയത്തില്ല. ഇപ്പം മോദി അമേരിക്കയെ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ അന്നേരവും ഇവിടെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഇവിടെ പറഞ്ഞു തന്നെയും അതെ പിന്നെ മോദി രാജ്യത്തിനെ കൊണ്ട് കുളവാക്കിയെന്ന് പറഞ്ഞു. അതെ അതെ ഈ നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ നടത്തിക്കൊണ്ട് നമുക്ക് പിന്നെ അവരുമായിട്ട് ഒത്തുതീർപ്പിലേക്ക് പോവാം. അതല്ലേ പ്രശാന്തൻ എന്തെങ്കിലും അതെ ചോദിക്കാൻ? ഞാൻ അവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ്സുകാരും മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളും ഇപ്പൊ ഇടതുപക്ഷത്തുള്ളവരും ഒക്കെ പറയുന്നത് മോദി രാജ്യത്തെ വിറ്റു, ട്രംപിന് അടിയറ വച്ചു എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. അങ്ങ് പറഞ്ഞതിൽ ഭാഗികമായിട്ടെങ്കിലും അതിന്റെ ഉത്തരമുണ്ട്. എങ്കിലും ഒന്നുകൂടെ അതൊന്ന് വിശദമാക്കിയാൽ ഈ ആരോപണത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ശരി അതിനകത്തുണ്ടോ? എന്താണ്? ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അങ്ങ്, വിദേശത്ത് പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ഈ നയതന്ത്ര തലത്തിലും വിദേശകാര്യ വിഷയത്തിലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും ഒക്കെ പത്രപ്രവർത്തനം നടത്തി പഴക്കവും പരിചയവുമുള്ള ഒരാളാണ് അങ്ങ്. അപ്പൊ അങ്ങയുടെ നോട്ടത്തിൽ, അങ്ങയുടെ നിരീക്ഷണത്തിൽ ഈ പറയുന്ന ഇവരുന്നയിക്കുന്ന, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി, അമേരിക്കയുടെ കയ്യിൽ നിന്ന് ടെക്നോളജി കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. അത് സംഭവം സത്യമാണ്. പക്ഷേ അവരുടെ നിലപാടിൽ, പഴയകാല നിലപാടിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസപ്പെട്ടു വരുന്ന ഇതൊരു അമേരിക്കയുമായിട്ട് ഇപ്പൊ ഈ കരാർ ഒപ്പിട്ടു എന്ന് അടുത്ത ദിവസം തൊട്ട് ഇന്ത്യ പിന്നെ അമേരിക്ക ഭായി ഒന്നും ആകാൻ പോകുന്നില്ല. ഈ ഇതിലെ ഓരോ ഡോളറിനും നമ്മൾ അവരുമായിട്ട് വിലപേശേണ്ടി വരും. അതങ്ങനാണ്. പക്ഷേ നമുക്കൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഒരു ചെറിയ വാതിലാണ്. ഞെരുങ്ങിയൊക്കെ അകത്തോട്ട് കയറണം. ഇനി കയറി അത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ മിടുക്കാണ്. കാരണം ഇവിടെ ഞാനൊരു കാര്യം പറയാം. അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ടെന്ന് പല രീതിയിൽ അവരും മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ അടുത്ത കാലത്ത് ഈ അപൂർവ ധാതുക്കളുടെ വിഷയത്തിൽ അമേരിക്ക ഒരു പാക് സിലിക്ക എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കി. ഈ പാക് സിലിക്ക എന്ന് പറയുന്ന സംഘടനയിലെ വികസിത G8 രാജ്യങ്ങളല്ലാത്ത ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ഒരേ ഒരു രാജ്യം, അത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ എന്തുകൊണ്ട് അവര് ചേർത്തു? രണ്ട് കാരണം. ഇന്ത്യയിലെ ഈ അപൂർവ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഇന്ത്യ മൂന്നാം സ്ഥാനത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപത്തിൽ മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ലോകത്തിൽ. പക്ഷെ അതേസമയം തന്നെ ഈ അപൂർവ ധാതുക്കൾ സംസ്കരിക്കുകയും വിപണനം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയില്ലായിരുന്നു. അതാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലെ കേന്ദ്രമന്ത്രി പിന്നെ നിർമ്മലാ സീതാരാമൻ പിന്നെ ഒരു 4 സംസ്ഥാനങ്ങളിൽ കോറിഡോറുകൾ, വ്യവസായ കോറിഡോറുകൾ ഉണ്ടാക്കുന്നുണ്ട് അപൂർവ ധാതുക്കളുടെ. റെയർ എർത്ത് കോറിഡോർ, കേരളം ഉൾപ്പെടും. ലോകത്തിലെ ഏറ്റവും നല്ല അപൂർവ ധാതുക്കൾ അടങ്ങുന്ന മോണോസൈറ്റ് ഇൽമിനേറ്റ് സാൻഡ് കൊല്ലം ജില്ലയുടെ പിന്നെ കരുനാഗപ്പള്ളി തൊട്ട് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗമായിട്ടുള്ള തോട്ടപ്പള്ളി വരെയുള്ള തീരത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോളിനേക്കാൾ വലിയ വിലയേറിയ സാധനമാണിത്. അത് പ്രയോജനപ്പെടുത്തി ഇന്ത്യ മുന്നോട്ട് പോകണം, ഇന്ത്യക്കും കേരളത്തിനും. ഞാൻ പറയുന്നത്, ഈ അടുത്ത സമയത്ത് ശശി തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു. അവിടെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ വളരെ പ്രായോഗികമായ സമീപനം എടുക്കും. അദ്ദേഹം ദേശീയവാദി കൂടിയായ കോൺഗ്രസ്. അതെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാകാം, അത് തെറ്റൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കാര്യത്തിലും മോദി അനുകൂലിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അതേസമയം രാജ്യ താല്പര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കാം. നമ്മുടെ രാഷ്ട്രീയം വ്യത്യസ്തമായിക്കൊള്ളട്ടെ, അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാക് സിലിക്കയിൽ ഇന്ത്യ അംഗമാണ്. അത് അമേരിക്കയുടെ തിരിച്ചറിവാണ് ഈ ഇന്ത്യക്കുള്ള അടിസ്ഥാന പിന്നെ ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങൾ, അത് അമേരിക്കയ്ക്കും ആവശ്യം. പ്രത്യേകിച്ച് നമ്മുടെ ഈ തോറിയം നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ തോറിയം അടിസ്ഥാനപ്പെടുത്തിയുള്ള റിയാക്ടറുകൾ ഇന്ത്യ അമേരിക്കയുടെ ടെക്നോളജി കൊണ്ടാണ് ഇവിടെ വരാൻ പോവാണ്. അതായത് യുറേനിയം വളരെ കുറച്ച് ഇന്ത്യയുടെ പരമ്പരാഗത ഫാസ്റ്റ് ഈ പറയുന്ന എന്താണ് ഹെവി വാട്ടർ റിയാക്ടറുകൾ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. ഈ ഹെവി വാട്ടർ റിയാക്ടറുകളിൽ സാധാരണഗതിയിൽ യുറേനിയം അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഹെവി വാട്ടർ റിയാക്ടറുകൾ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ യുറേനിയം വളരെ കുറച്ചും തോറിയം കൂടുതൽ അളവിലും ചേർത്തൊരു
പ്രത്യേകതരം ഇന്ധനം ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജി ഒരു അമേരിക്കൻ കമ്പനിയുടെ കൈവശം. ആ കമ്പനി ഇപ്പൊ ഇന്ത്യ നിക്ഷേപിക്കാൻ വരികയാണ്. അപ്പം ഊർജത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു കുതിച്ചുചാട്ടത്തിന് മുതിരുന്നു. അപൂർവ ധാതുക്കൾ, ഈ പിന്നെ റെയർ എർത്ത് മാഗ്നറ്റ് എന്ന് പറയും, അപൂർവ ധാതുക്കൾ കൊണ്ട് മാഗ്നറ്റുകൾ ഉണ്ടാക്കും. അത് ഇലക്ട്രിക് വെഹിക്കിള്, ഇലക്ട്രോണിക്സ് ഗുഡ്സ്, ഇൻക്ലൂഡിങ് മൊബൈൽസ്, ഇതിലെല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ടെക്നോളജി ഒക്കെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആവശ്യമാണ്. മനസ്സിലായി? ഇപ്പൊ ഇന്ത്യയിൽ വരാൻ പോകുന്ന സ്വകാര്യ കമ്പനിയാണ്, അത് ഇന്ത്യക്കാരന്റെ ഉടമസ്ഥയിലുള്ള കമ്പനി തന്നെയാണ്, പക്ഷെ ആൾ അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ, ഒരു അമേരിക്കൻകാരനാണ്. അപ്പൊ അദ്ദേഹം വൻതോതിൽ ഇന്ത്യയിലേക്ക് മുതൽ മുടക്കുകയാണ്. അപ്പൊ ഈ ടെക്നോളജി ആയിട്ടാണ് പുള്ളി വരുന്നത്, അത് നമുക്ക് പങ്കുവെക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറയും, ഇന്ത്യ അമേരിക്കൻ തമ്മിൽ ഇങ്ങനൊരു കരാർ ഒപ്പിടാതിരുന്നത്, ഇത്ര നാള് ദീർഘിച്ചു പോയത്, അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇപ്പം പ്രതിപക്ഷം ചോദിക്കേണ്ടിയിരുന്നത് അങ്ങനല്ല, അമേരിക്കയ്ക്ക് അടിയറ എന്തുകൊണ്ട് ഇത്ര നാൾ വൈകി, ബാക്കി പലരും ഇത് പിന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര നാൾ എന്തെടുക്കുമായിരുന്നു? നിങ്ങളുടെ കാര്യക്ഷമമല്ല നിങ്ങളുടെ ഉദ്യോഗസ്ഥ ടീം, നിങ്ങളുടെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വേണമായിരുന്നു അവർ പറയേണ്ടത്. അതല്ലാതെ അമേരിക്കയെ മാറ്റി നിർത്താനല്ല. ഇപ്പം അമേരിക്കയെ നമ്മൾ കുറെ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയിൽ നിന്നും ബെസ്റ്റ് ഡീല് നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. പകരം നമ്മുടെ ബെസ്റ്റ് ഡീല് നമ്മൾ എടുക്കുക. അവനെ ഇപ്പൊ ഒരു കാര്യത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് അങ്ങ് പറഞ്ഞു വന്നതുകൊണ്ട് പറഞ്ഞോളൂ. അതുപോലെ ഡയറി, അതായത് ഡയറി ഉൽപ്പന്നങ്ങള്, ക്ഷീരോൽപ്പന്നങ്ങള്, ഇതൊക്കെ തന്നെ ഇന്ത്യയിലെ സാധാരണ കർഷകരുടെ ഒരു മേഖലയാണ്. അതും തീർച്ചയായിട്ടും ആ ഒരു മേഖലയെയും നമുക്ക് വലിയ രീതിയിൽ ആ മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാറിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കരാറിന്റെ വിശദാംശങ്ങൾ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പുറത്തു വരത്തുള്ളൂ. അതൊട്ടും മോശമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുമില്ലെങ്കിൽ ട്രംപ് 50% ഡ്യൂട്ടിയിൽ നിന്ന് 18% കുറച്ചല്ലോ. അത് ചെറിയ കാര്യമല്ലത്. കാരണം ഈ നികുതി, ഈ ട്രംപ് ഈ അഡീഷണൽ ടാക്സ് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 25-26 ഒക്കെ ഉണ്ട് നമുക്ക്. മനസ്സിലായോ? അപ്പൊ ഈ പണ്ട് നമ്മളെ കയറ്റി അയച്ചുകൊണ്ട് ഇരുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇനി കയറ്റി അയക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ തുണിത്തരങ്ങൾ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും നമ്മുടെ ടെക്സ്റ്റൈൽസ്. കാരണം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു എതിരാളിയാണ്, വിയറ്റ്നാം ഇന്ത്യയുടെ ഒരു എതിരാളിയാണ്. അവരെക്കാൾ കുറഞ്ഞ ടാക്സിലാണ് നമ്മുടെ ഉൽപ്പന്നം ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോകുന്നത്. മനസ്സിലായി? അവരെക്കാൾ ബെറ്റർ ക്വാളിറ്റി ഉള്ളതാണ്. നേരത്തെ അവരെക്കാൾ കൂടുതൽ ഈ ട്രംപിന്റെ അധിക ചുങ്കം വരുന്നതിന് മുമ്പ് അവരെക്കാൾ കൂടുതൽ നികുതി നമുക്കുണ്ടായിരുന്നു. അപ്പം അത് മാത്രമോ? ഇനി ഏതെല്ലാം ഇപ്പം നമ്മുടെ ഇടയ്ക്ക് പിന്നെ ഈ ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇനിയും വളരെ കുറഞ്ഞ നികുതിയിലായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ഇപ്പൊ തന്നെ വ്യവസായികൾക്ക് വളരെ മെച്ചം ഉണ്ടാക്കും. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്ക് ഗുണമുണ്ടാവും. ഇവിടെ ചെയ്യേണ്ടത് യഥാർത്ഥത്തില് ഇത് എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ ചെയ്യേണ്ടത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ്, അമേരിക്കയുമായിട്ടുള്ള ഈ ട്രേഡ് എഗ്രിമെന്റ്, ബ്രിട്ടനുമായിട്ടുള്ള ഫ്രീ ട്രേഡ്, ഇതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ വ്യവസായ മേഖലയിലേക്ക് വൻ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിന്റെ ഇനി പിണറായി പോയിട്ട് കാര്യമില്ല, അങ്ങനെ ഇനി മുഖ്യമന്ത്രി ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ചേർന്ന് ഒരു വലിയ സംഘം വിദേശത്തേക്ക് പോയിട്ട് നമ്മുടെ നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇപ്പോഴേ തുടങ്ങണം. അല്ലെങ്കിൽ തമിഴ്നാടും കർണാടകവും ആന്ധ്രയും ഒക്കെ ഉണ്ടല്ലോ, കുത്തിക്കൊണ്ട് പോവാണ്, എല്ലാം അടിച്ചോണ്ട് പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോ? ഗൂഗിളും മൈക്രോസോഫ്റ്റ് രണ്ടും കൂടെ ഏതാണ്ട് $50 ബില്യൺ മുകളിലാണ് ഈ ആന്ധ്രാപ്രദേശ് വരാൻ പോകുന്ന നിക്ഷേപം. ഈ ലക്ഷം കോടിയുള്ള കണക്കാണ് ഇപ്പോൾ ഉള്ളത്. പഴയതുപോലെ 5000 കോടി 10,000 കോടി ഒന്നും അല്ല, 2 ലക്ഷം കോടി 3 ലക്ഷം കോടിയുടെ ഒക്കെ നിക്ഷേപമാണ് വരുന്നത്. ഇതൊരു വലിയൊരു അവസരങ്ങളുടെ ഒരു ഡാമായി. നമ്മുടെ പഴയ MM മണി തുറന്നു വിട്ട ഡാമില് വെള്ളമായിരുന്നെങ്കിൽ ഇത് അവസരങ്ങളുടെ ഒരു പ്രളയമാണ് വരാൻ പോകുന്നത്. ഈ പ്രളയത്തിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ വാരിയെടുക്കാനുള്ള വലിയ പാത്രങ്ങളുമായിട്ട് സജ്ജമായിട്ട് നിൽക്കുക എന്നുള്ള. നിങ്ങളുടെ ഈ പാത്രം ഒന്നുമില്ല, നിങ്ങളുടെ പോക്കറ്റ് മാത്രമേ ഉള്ളെങ്കിൽ
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നേരെ നിങ്ങൾ ഒരു ബാഗുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും സാധനം അതിൽ നിന്ന് വാരി എടുത്തോണ്ട് കിട്ടും. വലിയ കണ്ടെയ്നറുമായിട്ട് നിന്നാൽ അത്രയും കിട്ടും. അത്രയും കിട്ടും. ഇത് ഇത്രയും എടുക്കാവുള്ള ഒരു നിയമവും ഇല്ല. നിങ്ങൾക്ക് ആവുന്ന അത്ര എടുക്കാം. പണ്ടൊക്കെ രാജാക്കന്മാര് ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് പറയും, നിനക്ക് 3 ദിവസം കൊണ്ട് നീ വെട്ടി പിടിക്കാൻ പറ്റുന്ന അത്ര സ്ഥലം നീ എടുത്തോളാൻ പറയും. അതുപോലെയാണ് ഇത്. നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടവർ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ, കാര്യം നടത്തേണ്ടവർ കാര്യം നടത്തും. ഇതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യ താല്പര്യം, അതാണ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഊന്നൽ കൊടുക്കേണ്ടത് അവിടെയാണ്. അങ്ങനെ രാജ്യ താല്പര്യത്തെ മുൻനിർത്തി അങ്ങ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഈ വരുന്ന ഇപ്പൊ കിട്ടിയ ഈ അവസരങ്ങളെ, ആ അവസരങ്ങളിലൂടെ വലിയ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കി, ഇന്ത്യയിൽ പട്ടിണി മാറ്റി, അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കി, എല്ലാ മേഖലയിലും ആരോഗ്യ, വിദ്യാഭ്യാസ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒരു വലിയ രീതിയിലുള്ള വികസനവും പുരോഗതിയും ഉണ്ടാക്കാനാണ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കേണ്ടത്. അവിടെ നമ്മുടെ സുഹൃത്ത് അമേരിക്കയാണോ, റഷ്യയാണോ, യൂറോപ്പാണോ എന്നുള്ളതൊന്നും വിഷയമല്ല. കാരണം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ ആരോടും വഴക്കിനില്ല. നമുക്ക് നമ്മുടെ കാര്യം ഇന്ത്യ ഫസ്റ്റ്, ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ മുന്നോട്ട് പോകേണ്ടത്. അത് അങ്ങയുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന്, ഈ അഭിമുഖത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.